സോ ഞാനിപ്പോൾ ഇറങ്ങി പാലസിലോട്ട് പോകണം. സോ ഇവർ പറഞ്ഞു വെച്ചാൽ പാലസിൻ്റെ അടുത്ത് ചേർന്ന് ഒരു മ്യൂസിയം ഉണ്ട്. അതല്ലാതെ നമ്മൾ ആ പെരിയ കോവിലിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് വന്നത്, ലെഫ്റ്റ് സൈഡിൽ വേറൊരു മ്യൂസിയം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവർ പറയുന്നത്. നമുക്ക് ഞാൻ ചോദിച്ചു നോക്കാം. പോലീസുകാർ നിൽക്കുന്നു. സാർ, അരൺമനയ്ക്ക് എവിടെ പോകുന്നത്? നടക്കുകയാണ്, ഇനിയും ഉണ്ട് കുറച്ചധികം നടക്കാൻ. 240 മീറ്ററിനാണ് പറയുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. വെയിലില്ല, പക്ഷേ ഒരു ചൂടുണ്ട്, വല്ലാത്തൊരു ചൂട് തമിഴ്നാടിൻ്റെ. നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ട്രിവാൻഡ്രംകാർക്ക് ഈ സ്പോട്ട് പോലെ ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. വലിയ വലിയ കടകളും അതുപോലെ ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട്. എനിക്ക് ശരിക്കും ഈ സ്പോട്ടൊക്കെ പോയൊരു ഫീലാണ് തോന്നുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡുകളും ചെറിയ ചെറിയ കടകളും സെയിം എനിക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ. നമ്മൾ നടന്ന് പോകുന്നതിനറ്റം ബസ് സ്റ്റോപ്പാണ്. എത്തിയിരിക്കുകയാണ് ഗൈസ്. നടന്ന് ഇവിടെ എത്തി. സത്യം പറഞ്ഞാൽ ഓട്ടോ എടുക്കാനുള്ള ദൂരമുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ നടന്നിങ്ങനെ വന്നു. നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഇവിടെ ലൈക്ക് പിള്ളേരുടെ ഒരു ഹൈസ്കൂളും പോലീസ് സ്റ്റേഷൻ, വലിയൊരു ആൽമരം, ഈ ഒരു ടേൺ അറൗണ്ട് ഹോസ്പിറ്റലെല്ലാം കൂടെ ഒരു ഇതിലുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെയാണ്. ആക്ച്വലി ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടായിരുന്നു, പക്ഷേ ക്ലോസ്ഡ് ആണ്. നമുക്കെല്ലാം നോക്കാം. ഞാൻ വന്നത് കുറച്ച് മാറിയിട്ടാണ്. ഇനി 2 മണിക്ക് അവർ തുറക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. സോ നമുക്കെന്താണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എന്താണ് പരിപാടിയെന്ന് അറിയത്തില്ല. ടിക്കറ്റ് എന്തായാലും വേണം. Drums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody. ഇതാണ് ഗൈസ് ആ പാലസ്. അല്ല, ഇത് പാലസ് അല്ല, പാലസിനടുത്തുള്ള ലൈബ്രറി. ഓക്കെ, പാലസ് അതുവഴിയാണ്. അദ്ദേഹം ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെ നടന്നു വരുമ്പോൾ അങ്ങോട്ടാണെന്ന് തോന്നുന്നു പാലസ്. ഇവിടെ എന്തെങ്കിലും അതിൻ്റെ ഒരു സ്റ്റോർ നമുക്ക് കാണാം. മേ ബി നമുക്ക് വാങ്ങാൻ പറ്റുമായിരിക്കും ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പാലസിൻ്റെ സ്റ്റോറാണ്. ഇവർ പറയുന്നത് ആർട്ട് ഗാലറിയിൽ കയറാൻ പൈസ എന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു ആർട്ട് ഗാലറി വരുന്നത്. നമുക്ക് ഇതിൽ കയറി നോക്കാം. ഇതൊക്കെ രാജരാജ ചോളൻ്റെ ടൈമിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. സോ അവരുടെ ആ ഒരു രാജഭരണത്തിൻ്റെ സമയത്ത് നടന്നിരുന്ന ഓരോ കാര്യങ്ങളാണ്, യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. മ്യൂസിക് നോട്ടും മ്യൂസിക് ഇൻസ്ട്രുമെൻസും അവർ യൂസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. ചെരുപ്പും എല്ലാം, പഴയ ഉരുളി, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഗാലറിയിൽ കാണാം. സോ ഇവിടെ ഫുള്ള് ഇവർ ഈ പഴയ ടൈമിൽ രാജാവിൻ്റെയും നായിക് എന്നീ ആൾക്കാരുടെയൊക്കെ ടൈമിലുള്ള അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. 5 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. വാക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ നടക്കുന്നവർ നടക്കാം. ഷെയർ ഔട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വെയിലും ചൂടും ഒക്കെ അല്ലേ. എനിവേ, സോ കൊള്ളാം. എന്തായാലും വരിക ഇങ്ങോട്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം, അടുത്തടുത്ത സ്ഥലത്തോട്ട് പോകാം.
മ്യൂസിയം ആ ഒരു സ്പേസ് കണ്ടിട്ട് അവിടെ നിന്ന് നേരെ തന്നെയാണ്. നല്ലതാണ്. ഓക്കെ, ശരി. ഇതിനും എൻട്രി ടി വരുന്ന ഫ്രീ, സെയിം 5 രൂപ തന്നെയാണ്. നടരാജ സെർഫോജീസ് മെമ്മോറിയൽ ഹാൾ മ്യൂസിയം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ അകത്ത് കയറി നോക്കാം. എല്ലാം ആ പഴയ ആ ടൈമിൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. പണി എന്തോ നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് പണി എന്ത് നടക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇവിടെ. സോ നമുക്ക് എന്തായാലും അകത്ത് കയറാം. ഇത് രാജ സെർഫോജി മെമ്മോറിയൽ ഹാൾ എന്ന് പറഞ്ഞിട്ടൊരെണ്ണമാണ്. പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ, എല്ലാ പഴയതാണ് ഇതൊക്കെ. ഇതാണ് പഴയ അവരെ കൊട്ടാരം ഉണ്ടോ. ശരിക്കും പറഞ്ഞൊരു ഹോണ്ടഡ് ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സ്റ്റെയർ ഉണ്ട്. അവർ മാടിയിലെന്നാണ് അറിയുന്നത്, പക്ഷെ മേളിൽ എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് കയറി നോക്കാം. പഴയ അവരുടെ കൊട്ടാരം റിനോവേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പഴമ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വേറൊരു കാര്യം. നമ്മളിപ്പോൾ വന്ന ആ ഒരു രാജ സെർഫോജി മെമ്മോറിയൽ ഹാൾ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിലോട്ട് ഫോട്ടോഗ്രാഫിക്ക് 30 രൂപ എടുക്കും. പിന്നെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇത് ഓപ്പണിംഗ് ആണ്. സോ അത്രയാണ് ഇതിനകത്ത് കാണാനുള്ളത്. ശരിക്കും ഞാൻ കരുതി ഒരു പാലസ് കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണ പാലസൊക്കെ കാണുമ്പോൾ ഒരു എൻട്രൻസ് കാണും അല്ലേ ആ പാലസിന്, അതിനകത്ത് നമ്മൾ ഫുള്ള് കാണും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എൻട്രൻസോ അല്ലെങ്കിൽ എൻട്രൻസ് ഉണ്ട് ഓക്കെ, പക്ഷേ ഒന്നും അങ്ങനെ ഒറ്റ ബിൽഡിംഗ് അല്ല, എല്ലാം പാർട്സ് ആൻഡ് പാർട്സ് ആയിട്ട് അവിടെ എവിടെയായിട്ടാണ് ഇരിക്കുന്നത് ഒറ്റ ഈ പാലസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ദർബാർ ഹാൾ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതിപ്പോൾ പണി നടക്കുവാണ്. മേ ബി അവനെ പണി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കണം ദർബാർ ഹാള്. അപ്പം അത്രയാണ് വരുന്നത്. അവിടെ ഞാൻ പോയെടുത്ത ഫോട്ടോ അലോഡില്ലായിരുന്നു. 30 രൂപ അലോഡല്ല, 30 രൂപ. ഞാൻ പിന്നെ അങ്ങനെ കാണിക്കാനും മൊത്തം ഇല്ല, മറ്റതിൽ കാണിച്ച സെയിം സംഭവങ്ങൾ തന്നെയാണ്. ശരിനാ പോരെ. ஓ என்னண்ணா ஓகேண்ணா. என்னண்ணா ஈஸி சாப்பிட்றேன் இப்போ போய் சாப்பிடுவேன். തൈര് സാദം. ബൈ ബൈ. ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചണക്കുകയാണ്. അതിങ്ങനെ അത് കണ്ടു. ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് നല്ല ഒരിടത്ത് പോയി ലഞ്ച് കഴിക്കണം. പിന്നെ എന്താ, പിന്നെ കോവിലിൽ പോയി റെസ്റ്റ് എടുക്കാം. 6:30 വരെ സമയമുണ്ട് റെസ്റ്റ് എടുക്കാം. ഇത്രയാണ് ഞാൻ വിചാരിക്കണേ. അതിൻ്റെ ഫ്രണ്ടിലുള്ള സരസ്വതി മഹാൽ ലൈബ്രറി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ കണ്ട മറ്റു സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് ബുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ കുറേ പെയിൻറ്റിങ്സും ചുവന്നറിൽ സ്കൾപ്ചേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു സെക്ഷനാണ്. സോ ബെൽ ടവർ ആർട്ട് ഗാലറി ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. 2 മണിക്ക് ഇതും തുറക്കും. എല്ലാം 2 കേട്ട സമയം. ഞാനിപ്പോൾ കഴിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് നിന്നാലോ എന്ന് ആലോചിക്കുന്നത്. ഇതാണ് ബെൽ ടവർ ഇവിടുത്തെ. സോ ബെൽ ടവർ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആർക്കിയോളജി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ബെൽ ടവറിലോട്ട് നമുക്ക് കാണാം. നൈസ്. ഇതൊക്കെ അന്ധകാലത്തിന് എന്തിനൊക്കെ യൂസ് ചെയ്തിരുന്ന
ഇതാണ്. ഓക്കെ, ബെൽ ടവർ എനിക്ക് തോന്നുന്നു മേളിൽ ഈ ഭടന്മാരൊക്കെ നിന്നിട്ട് ദൂരെയുള്ള എന്തൊക്കെയും ശത്രുക്കളോ മറ്റോ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും ബെൽ ടവർ. നമുക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇങ്ങനെ കാണാനുള്ളതേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ ബെൽ ടവറിൻ്റെ അകത്താണുള്ളത്. ഒത്തിരി അകത്തോട്ട് കയറാൻ പറ്റില്ല, നമുക്കൊരു ലിമിറ്റഡ് ഒരു സ്പേസ് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേളിലോട്ട് പോകാനുള്ള സ്പേസസ് ഒക്കെ അടച്ചിട്ടേന്ന് തോന്നുന്നു. പണ്ട് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു ടവറിന് ചുറ്റും മറ്റേ മുതലക്കുളവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതാണ് ഈ വരുന്നത്. ഹായ് சொல்லுங்க, உங்கள் பேர் என்னண்ணா? ഓക്കെ. സോ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് പരിചയപ്പെട്ട ഒരാളാണ്. പുള്ളിക്കാരൻ എനിക്ക് വീണയുടെ കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ ലൈവായിട്ട് ഒരു വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് പോകണം. പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണ്, ഓർഗാനിക് ഫുഡും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പം അവിടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ മനുഷ്യരെ കാണാം നമുക്ക് ഇവിടെ വരുമ്പോൾ. സോ പുള്ളിക്കാരൻ വഴി ഇപ്പം എനിക്ക് ഒരാളെ കിട്ടി. നമുക്ക് പോയി നോക്കാം വീണ ഉണ്ടാക്കുന്ന സ്ഥലവും പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ. സോ പുള്ളി തിരുവനന്തപുരത്തൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യും, പുള്ളി ഡയറക്റ്റായിട്ട് വന്ന് സപ്ലൈ തരുമെന്നാണ് പറയുന്നത്. சரி சரி. உங்க பேர் என்னன்னா? கமல்மணி. சரி சரி, நான் நம்பர் போட்டோ எடுத்திருக்கேன். சரி, அப்ப இது ஒரே பீஸ் வர்றதுக்கு விலை? சரி சரி. தடியும் அந்த மாதிரி பீஸ் ஒரே தடி தான். பலாமரம். பலாமரம்னா தேக்கா? ஜாக் ஃப்ரூட். ஓகே ஓகே. தேக்குன்னா வீண்டு இல்ல இல்ல, எப்பவுமே பலாமரத்தை தான் பண்ணுவீங்களா? சரி சரி. ஆமாண்ணா, எங்க வீட்டுல முன்னாடி வாசல் அப்படி. ஓகே, தெற்கு வீதி நியர் ஓல்டு பஸ். சரி சரி. കുമാർ കണ്ണൻ തന്നെ. ഓക്കെ, 30 to 35 ആണ് സ്റ്റാർട്ടിങ് പറയുന്നത്. കസ്റ്റമൈസേഷൻ വെച്ചിട്ട് പ്രൈസ് വ്യത്യാസം വരുന്നതാണ് അവർ പറയുന്നത്. സോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ നടന്നു വന്ന വഴിയിൽ ഞാൻ നേരത്തെ ഒരു ആര്യാസ് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. സോ അവിടെയാണ് വന്നത്. ഒരു വെജ് ഹോട്ടലാണ്, നല്ലതാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇവിടുത്തെ ആൾക്കാർ, പറഞ്ഞാതിരിക്കാൻ വയ്യ. പുള്ളി ഇവിടുത്തെ എക്സ് തഹസിൽദാറാണ്. പുള്ളി എന്നെ കൊണ്ടുപോയി വീണ ഉണ്ടാക്കുന്ന സ്ഥലം കാണിച്ചത് എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെയും കൊണ്ടുവന്നു. വളരെ ഹെൽപ്ഫുൾ ആണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും, പറയാതിരിക്കാൻ വയ്യ. സോ ഇപ്പം ഞാനിവിടെ ശ്രീ ആര്യ ഭവനിൽ വന്നിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി. തൈർ സാദം വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പെരിയകൂരിൽ പോയി റെസ്റ്റ് ചെയ്യാം. ഒത്തിരി സമയമുണ്ട്, 2:15 ഒത്തിരി സമയമുണ്ട്. ഞാൻ കരുതി കോവിലിൽ പോയി അവിടെ പീസായിട്ട് കുറേ നേരം ഇരിക്കാമെന്ന് കരുതി. ട്രെയിനിൻ്റെ സമയം ഒത്തിരി ഉണ്ടല്ലോ. ഇന്ന് എന്തായാലും കഴിക്കട്ടെ ഞാൻ. സോ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ നടന്ന് വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ വന്നു. നമ്മൾ ആദ്യം വന്ന സ്പോട്ട് പെരിയ കോവിൽ. സോ അധികം റഷും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മുന്നേ ഒരു സെറ്റ് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം. സോ കുറച്ച് പിള്ളേർ എക്സാഷന് വന്നതാണ്. എന്നെ കണ്ടിട്ട് അവരെല്ലാവരും കൂടെ ഓടി വന്ന് അക്ക നമുക്ക് ഫോട്ടോ എടുക്കലാമ്മ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പോയി. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ വ്യൂ ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് ആ കോവിലിലെ വ്യൂ എല്ലാം കാണാം. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോവിലിലെ ഓരോ പില്ലേഴ്സിലും ഓരോ സ്ഥലത്തും അവർ പഴയ തമിഴ്, നമ്മൾ ആദ്യം അതായത് ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഈ പെരിയകുള്ളി തുടങ്ങിയ സമയത്ത് ഒരു പുള്ളിക്കാരൻ ഗായ് വാസ് സേയിങ് സംതിങ് റൈറ്റ്. അവിടുത്തെ ഈ എഴുത്തുകളെ പറ്റി ഒരു ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു തമിഴ് റൈറ്റിംഗ്, അതായത് ആദ്യകാലത്തുണ്ടായിരുന്ന
എൻ്റെ മുഖം കാണുന്നില്ല അപ്പോൾ ആദ്യ കാലത്തുണ്ടായിരുന്ന ആ ഒരു തമിഴ് റൈറ്റിംഗ് ഈ എല്ലാ പില്ലേഴ്സിലും എല്ലാ ചുമരുകളിലും കാണാം. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക, കൈകൊണ്ട് എഴുതിയതാണ്, എത്രത്തോളം വർഷം മുന്നേ എഴുതിയതാണെന്ന് ആലോചിക്കുക. ഇപ്പോഴും ഭയങ്കര വിസിബിളായിട്ട് തന്നെ ഓരോ കല്ലിലും അത് കാണാം നമുക്ക്. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അതുപോലെ ഇതിനകത്തിരിക്കുമ്പോഴൊരു പോസിറ്റീവ്നെസ് ആണെങ്കിലും ആ ഒരു വൈബ്രേഷൻ, ആ ഒരു തണുപ്പ്, സച്ച് എ ബ്യൂട്ടിഫുൾ തിങ് ടു എക്സ്പീരിയൻസ്. ഇപ്പോൾ പിന്നെ വൈകിട്ടൊക്കെ ആയി തുടങ്ങിയല്ലോ, ഉച്ചയൊക്കെ കഴിഞ്ഞു, 4 മണിയായി. ഓക്കെ, 4 മണിയായി. ഇനി 5 മണിയാകുമ്പോൾ ഞാനിനി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഫ്രഷപ്പായിട്ട് ട്രെയിന് കയറാനുള്ളൊരു ഇതിലാവും. നേരത്തെ REC അല്ലായിരുന്നു, ഇപ്പോൾ കൺഫേം ആയിരുന്നു ടിക്കറ്റ്. അവിടെ നിന്ന് എറണാകുളത്ത് ട്രിവാൻഡ്രം, അങ്ങനെയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒരു വട്ടമെങ്കിലും വരിക. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷം പഴക്കമുള്ളൊരു സ്ഥലം നമ്മൾ കാണുകയെന്ന് പറയുമ്പോൾ എത്രത്തോളം പവർഫുൾ ആയിരിക്കും ഇവിടെ എന്ന് ആലോചിക്കുക. ഞാൻ ഈ ഭക്തിയും ഒരു ജാതിയോ മതമോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഭയങ്കര അടിപൊളിയാണ്. ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. ഈ പെരിയ കോവിലെന്ന് പറയുന്നതിനുള്ളിൽ തന്നെ കുറേ കാണാനുണ്ട്, നടക്കാനുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരിക്കലും അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, കാരണം ഭയങ്കര നല്ലൊരു സ്ഥലം. എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചിറങ്ങുന്നു എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കാരണം എന്തൊക്കെയോ ഇനിയും കാണാൻ ബാക്കിയുള്ളൊരു ഫീൽ, എല്ലാം കവർ ചെയ്തു എന്നാണ്. പക്ഷേ എന്നാലും ഓരോ ദിവസവും ഓരോ വട്ടവും ഓരോന്ന് കാണുമ്പോൾ ഒരു പുതിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. സോ ഞാനിനി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്, നമുക്കിനി അവിടെ പോയിട്ട് ഒരു കവാടം മൊത്തം കുറേ നന്ദികളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ചുറ്റിനും എന്തൊരു ബ്ലിസ്ഫുൾ മൊമെൻ്റാണ് അല്ലേ, എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ശരിക്കും. ടയേർഡാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ ടയേർഡുമാണ്, പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene